നസ്കൻ പിഷാരടി എന്ന സിനിമാക്കാരനെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത പാലക്കാട്ടുകാരോട് കേരളീയ സമൂഹം എന്നും കടപ്പാടുള്ളവരാവണം. പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി തനിക്ക് കിട്ടിയിരിക്കുന്ന പദവിയെ ഈ നാടിന് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കേവലം തമാശക്കാരനപ്പുറത്തേക്ക് പിഷാരടി ജാഗ്രത കാണിക്കുന്നു എന്ന് പിഷാരടിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ തെളിയിക്കുന്നു. ആവശ്യത്തിന് ഹാസ്യമേമ്പടിയായി ചേർത്ത് CPM-നെ കണക്കറ്റി പരിഹസിക്കാനുണ്ടെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ വിരുത് കാട്ടുകയാണ് പിഷാരടി. തൻ്റെ കന്നി പ്രസംഗത്തിൽ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും അദ്ദേഹം വേണ്ടി വന്നു തിരുത്താൻ. ഇന്നിതാ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായൊരു പ്രസംഗവുമായി അദ്ദേഹം നിയമസഭയിൽ എണ്ണീറ്റ് നിന്നു. ഇങ്ങനെയൊരു പ്രസംഗം പറയാൻ നിയമസഭയിൽ എല്ലാവരും ആഗ്രഹിച്ചെങ്കിലും ആർക്കും അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം നിയമസഭാംഗങ്ങളുടെ അവകാശത്തെക്കുറിച്ചും അവരുടെ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുമായിരുന്നു ഈ ചർച്ച. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ പരിഹസിക്കും, ട്രോളിന് കാരണമാകും എന്നതുകൊണ്ട് ഒരു MLA-യും അതിന് തയ്യാറായിട്ടില്ല. എന്നാൽ ധീരതയോടെ പിഷാരടി രംഗത്തിറങ്ങി വളരെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തുകൊണ്ട് MLA-മാരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടാവണം എന്ന് പറഞ്ഞു. ഈ പ്രസംഗം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. ജനപ്രതിനിധികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടതാണ്. പിഷാരടിയുടെ പ്രസംഗത്തിന് ശേഷം ഒരു MLA-യുടെ സാലറി സ്ലിപ്പ് സഹിതം ഞാനിത് കൂടുതൽ വിശദീകരിക്കാം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. ഏകദേശം 71ഓളം പുതിയ MLA-മാരും അത്ര തന്നെ പരിചയസമ്പന്നരായ MLA-മാരും ഉള്ള ഒരു സഭയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതീക്ഷയാണ്. പുതിയ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. ഒരു മാസമാകുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു MLA ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസം ആകുമ്പോൾ ഇതിൻ്റെ എണ്ണം 4000 എണ്ണമാണ്. MLA എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു MLA-യുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഈ 1825 ദിവസങ്ങൾ MLA ആയിരിക്കുന്ന ഒരാൾക്ക് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ 4000 നിവേദനങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ കല്യാണത്തിന് മുമ്പ് നേരിട്ട് പറയുന്നതും വഴിയിൽ കാണുമ്പോൾ പറയുന്നതും വാട്സപ്പിലൂടെ തരുന്നതും ഇമെയിലിലൂടെ തരുന്നതും ഫോണിലൂടെ വിളിച്ചു പറയുന്നതും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 4000 നിവേദനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് കേൾക്കാനും എല്ലാം പറ്റുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഇവർ എഴുതി തരുന്നുണ്ട്, അവരെ നമ്മൾ കേൾക്കണം. അപ്പൊ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഒരാൾക്കുള്ളത് 2 സ്റ്റാഫുകളാണ്. ഇതിൽ ഒരു സ്റ്റാഫിനെ ബഹുഭൂരിപക്ഷ MLA-മാരും ഡ്രൈവർമാരായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു സ്റ്റാഫും കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റാഫും MLA എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കൂടാതെ നടത്തേണ്ടുന്ന പൊതുകാര്യങ്ങൾ, നിയമസഭയിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, ഇത്രയധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഇൻഡിഗോ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പൊ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒരൊറ്റ കുട ഉടഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ? ചായ കൊടുത്ത് എന്റെ കൈ കഴിച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പൊ നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്റ്റാഫുള്ള പയ്യനും അതേപോലെ ഓഫീസിൽ നിന്ന് കാണിച്ചു, കുറെ നിവേദനം കൊണ്ടു തന്നിട്ട് അവനും കൈ ഉടഞ്ഞിട്ട് പോവാണ് സാർ. അപ്പോ ജനങ്ങളുടെ ഇത്രയും വരുന്ന ഒരു ആവശ്യം ഞാനിതിനെ പഠിച്ചു നോക്കിയപ്പോൾ ഇത്ര 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1895 അത് എത്രയാണ്? അപ്പൊ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് MLA-യുടെ സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ജനപ്രതിനിധികളെ ആക്ഷേപിക്കാൻ നമ്മൾ വിരുത് കാണിക്കുന്നു എന്നതാണ്. അവരുടെ ജീവിതം മുഴുവൻ അവർ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ വറി ചെയ്തുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ MLA-യുടെ ശമ്പളം അവർ അർഹിക്കുന്നതിന് 100-ലൊന്ന് പോലുമില്ല. കാരണം അവർ 24 മണിക്കൂറും പണിയെടുക്കുന്നവരാണ്. ഒരു MLA 3-4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. രാത്രിയും പകലും അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, അവരുടെ ചെലവ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു MLA-യുടെ ഒരു മാസത്തെ കുറഞ്ഞ ചെലവ് 2-3 ലക്ഷം രൂപയാണ്. കാരണം അവർ വാഹനം ഓടിച്ചുകൊണ്ടേയിരിക്കണം. വാഹനത്തിന് കിട്ടുന്ന അലവൻസ് 20,000 രൂപയാണ്. എന്നാൽ പലപ്പോഴും ഒരു 1-1.5 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം ഇന്ധന ചെലവാകും, മറ്റനേകം ചെലവുകൾ. ആളുകൾ വന്ന് ചികിത്സാ സഹായം ചോദിക്കുമ്പോൾ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറഞ്ഞതൊരു MLA-ക്ക്
ഒരു മാസം 3-4 ലക്ഷം രൂപ ചെലവുണ്ടാവും. എന്നാൽ ഇവർക്ക് ആകപ്പാടെ കൊടുക്കുന്നത് ഫ്യൂവൽ അലവൻസ് അടക്കം 70,000 രൂപയാണ്. ഞാൻ TJ വിനോദ് MLA ഈ മാസത്തെ ഏറ്റവും പുതിയ സാലറി സ്ലിപ്പ് കാണിക്കാം. മെയ് മാസം 5-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ശമ്പളമാണ്. മെയ് 5 എന്ന് പറയുന്നത് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസമാണ്. എന്ന് വെച്ചാൽ വിനോദ് അന്ന് വരെയും MLA ആയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ MLA അല്ലാതായി. പിന്നെ MLA ആകുന്നത് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോഴാണ്. പക്ഷേ ആ ദിവസത്തെയും ശമ്പളം കിട്ടില്ല, MLA സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് MLAയുടെ ഇടതുവശത്ത് കിടക്കുന്നത് MLAയ്ക്ക് കൊടുക്കേണ്ട ശമ്പളം, അതായത് ഫിക്സഡ് അലവൻസ് 2,000 രൂപ. MLAയുടെ ശരിക്കുള്ള ബേസിക് പേ എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ്. പിന്നെ അലവൻസുകൾ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് 25,000 രൂപ, ടെലിഫോൺ അലവൻസ് 11,000 രൂപ, അലവൻസ് 4,000, അങ്ങനെ 50,000 രൂപയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടിയത് 18,771 രൂപയാണ്. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുതൽ ഈ ദിവസം വരെ കൂട്ടിയപ്പോൾ മെയ് 31 വരെ കൂട്ടിയപ്പോഴാണ് ഇത് വന്നത്. ജയിച്ച അന്ന് മുതൽ MLA ആയതുകൊണ്ട് ബേസിക് പേ 1,241 കിട്ടി. ബാക്കിയൊക്കെ ചുമതലയേറ്റതിന് ശേഷം കിട്ടും. അതുകൊണ്ടാണ് 25,000 കൊടുക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ അലവൻസ് 8,870 ആയത്. ഇനി 50,000 കിട്ടുമെന്ന് കരുതുക. കൂടാതെ ഇവർക്ക് 20,000 രൂപ ഫിക്സഡ് ട്രാവൽ അലവൻസ് ഉണ്ട്. അങ്ങനെയാണ് 70,000 രൂപയാകുന്നത്. ഈ 70,000 രൂപയാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. ഇത്രയും തുക അവർക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ കൂടാതെ 4 ലക്ഷം രൂപ ഒരു വർഷം തോറും ഫ്യൂവൽ അലവൻസ് ഉണ്ട്. അത് കാറിന് മുടക്കേണ്ടതും, അത് പക്ഷേ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോഴാണ്. കാറിന് മുടക്കേണ്ടതും ട്രെയിനിന് മുടക്കേണ്ടതും വിമാനത്തിന് മുടക്കേണ്ടതും ഒക്കെ ഈ 4 ലക്ഷം രൂപയിൽ നിന്നാണ്. ഈ ഫ്യൂവൽ അലവൻസ് ഒക്കെ 3-4 മാസം ആകുമ്പോഴേക്കും തീർന്നു പോകും. ബാക്കിയെല്ലാം ഇവർ കയ്യിൽ നിന്നെടുക്കണം. മണ്ഡലത്തിൽ ഒരാൾക്ക് ചെലവാക്കുന്ന പണം കൂടാതെ ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന 2 ജീവനക്കാരാണ്. അവർക്ക് 20,000 രൂപ ഇത് മാത്രമേ കൊടുക്കൂ. 20,000 രൂപയ്ക്ക് ആളെ കിട്ടാനില്ല എന്നത് സത്യം. അങ്ങനെ 70,000 രൂപ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് വേണം ഒരു MLA കുറഞ്ഞത് ഒരു 4-5 ലക്ഷം രൂപ ഒരു മാസം മുടക്കാൻ. MLA രാവിലെ മുതൽ പാതിരാത്രി വരെ പണിയെടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ MLAമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ ആളുകൾ ബഹളം വയ്ക്കും. ആവശ്യം ഉന്നയിക്കാൻ അവർക്ക് ധൈര്യവുമില്ല. അതേസമയം ഇവരുടെ ജോലി ഭാരം അതിശക്തമായി വരുമ്പോൾ ഒരു ജീവനക്കാരെ കൂടിയെങ്കിലും അനുവദിക്കണം എന്ന് പിഷാരടി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? 40 നിവേദനമൊന്നുമല്ല, ഒരു MLAയ്ക്ക് 100 നിവേദനം വരെ കിട്ടാറുണ്ട്. ഈ നിവേദനങ്ങൾ മാത്രമല്ല, ഒരുപാട് പണികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഈ MLA സ്വന്തം കയ്യിലെ പണം മുടക്കി ചെയ്താൽ പിന്നെ സംഭവിക്കുന്നത് അഴിമതിയിലേക്ക് തിരിയുമെന്നതാണ്. അഴിമതി ഉണ്ടാകുന്നത് പലപ്പോഴും ആവശ്യത്തിന് പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഒരു MLAയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അഴിമതി നടത്തിയാൽ മതിയാവും, അല്ലെങ്കിൽ കടക്കാരനാവും. ഈ സാഹചര്യം ഒഴിവാക്കാൻ MLAമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. MLAമാർക്ക് ആവശ്യത്തിന് ജീവനക്കാരെ കൊടുക്കേണ്ടതുണ്ട്. 8 മണിക്കൂറിൽ കൂടുതൽ ജീവനക്കാരന് പണിയെടുക്കേണ്ടതില്ല. ഒരു MLAയ്ക്ക് സ്വന്തം മണ്ഡലത്തിൽ 2 പേരെങ്കിലും ജോലിക്കാരായി വേണം. കൂടാതെ MLA ഹോസ്റ്റലിൽ ഒരാൾ വേണം, ഒരു ഡ്രൈവർ വേണം, സഹായി വേണം. ഇങ്ങനെയൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. അല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പിഷാരടി പറഞ്ഞത് ഗൗരവത്തോടെ എടുക്കണം. MLAമാർക്ക് 1 2 ജീവനക്കാരെ അധികമായി അനുവദിക്കണം. MLAമാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കണം. എന്നാൽ മറുഭാഗത്ത് ചില കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തുകയും ചെയ്യണം. ഒന്ന്, എന്തിനാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നത്? അവർ PSC വഴി തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല, വലിയ ശമ്പളമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പെൻഷൻ അവസാനിപ്പിക്കണം. മാത്രമല്ല MLAമാരുടെ PAമാർക്ക് അനുവദിക്കുന്നത് പോലെ ഒരു ലംസം എമൗണ്ട് മാത്രമേ ഇവർക്ക് ശമ്പളമായി കൊടുക്കാവൂ. അല്ലാതെ സർക്കാർ ഖജനാവ് കൊള്ളയടിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കരുത്. അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിക്കുന്ന കാര്യത്തിൽ ആവശ്യകത പരിഗണിക്കണം. എന്തിനാണ് ചീഫ് വിപ്പിന് 30 ജീവനക്കാരെ കൊടുക്കുന്നത്? എന്തിനാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് 30 ജീവനക്കാരെ കൊടുക്കുന്നത്? എന്തിനാണ് ക്യാബിനറ്റ് റാങ്കുള്ള പല ആളുകൾക്കും അധികം ജീവനക്കാരെ കൊടുക്കുന്നത്? ഇതൊക്കെ പുനരവലോകനം ചെയ്ത് കുറയ്ക്കേണ്ടടുത്ത് കുറച്ച്, കൂട്ടേണ്ടടുത്ത് കൂട്ടി വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ.